സംസ്ഥാനത്ത് ബില്ലുകൾ പാസാക്കാൻ ട്രഷറിക്ക് ധനവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 2023 ഡിസംബർ 2024 ജനുവരി മാസങ്ങളിലെ ബില്ലുകളാണ് മാറാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദൃശ്യ 2023 ഏപ്രിൽ മുതലുള്ള ബില്ലുകൾ സംസ്ഥാനത്ത് പാസ്സാകാതെ കിടക്കുന്നുണ്ട്. ഈ ബില്ലുകൾ പല ഘട്ടങ്ങളിലും ട്രഷറി വഴി ബാങ്കിലേക്ക് മടങ്ങിപ്പോയൊരു സാധ്യതയെ മുന്നിൽ കാണുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാനത്ത് ഒരു ധനപ്രതിസന്ധി ഇല്ല എന്ന് വരുത്തി തീർക്കാനായി ഡിസംബർ ജനുവരി മാസങ്ങളിലെ ബില്ലുകൾക്ക് മാത്രം അംഗീകാരം നൽകുന്നത്. ഏതാണ്ട് 1303 കോടി രൂപയാണ് ബില്ലുകൾ മാറാനായിട്ട് ധനവകുപ്പ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ജനുവരി ഡിസംബർ മാസങ്ങളിലെ ബില്ലുകൾ പൂർണ്ണമായും മാറിക്കൊടുക്കുക, അല്ലെങ്കിൽ ആ സമയങ്ങളിലുള്ള ബില്ലുകൾ പാസ്സാവാതിരിക്കുകയാണെങ്കിൽ ആ ബില്ലുകൾ മാത്രം പാസ്സാവുക. പക്ഷേ ഈ ബില്ലുകൾ പാസ്സാക്കുന്നതിനിടെ തന്നെ തദ്ദേശ സ്വയംഭരണ മേഖലകളിലെ ബില്ലുകൾക്ക് പ്രാധാന്യം കൊടുക്കുക. നമുക്കറിയാം, ഒരുപക്ഷെ ലോക്സഭാ ഇലക്ഷൻ മുന്നിൽ കണ്ട് തദ്ദേശ സ്വയംഭരണ മേഖലകളിലെ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ ഒരു ഘട്ടമെങ്കിലും തുടങ്ങി വെക്കുക, അത്തരത്തിൽ ഒരു പ്രചരണം നടത്തുക. അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കണം ഒരുപക്ഷെ ഇത്തരത്തിൽ രണ്ട് മാസങ്ങളിലെ മാത്രം ബില്ലുകൾ മാറിക്കൊടുക്കുക എന്നൊരു നിലപാടിലേക്ക് എത്തിയത്. നമുക്കറിയാം, സംസ്ഥാനം കഴിഞ്ഞ മാസങ്ങളിൽ അതുപോലെ കഴിഞ്ഞ വർഷമൊക്കെ ഏതാണ്ട് തുടർച്ചയായി 5 തവണ ഓവർ ഡ്രാഫ്റ്റിലോട്ടൊക്കെ പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ ഓഡിയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ളൊരു വീഴ്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ബില്ലുകൾ അതിവേഗം തന്നെ മാറുക എന്നൊരു തീരുമാനത്തിലെത്തിയത്. 2 മാസത്തെ ധനബില്ലുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ട്രഷറി വഴി മാറാൻ സാധിക്കുന്നത്. എത്ര കോടി രൂപയുടെ ബില്ലുകൾ മാറാനാണ് ധനവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്? 3 കോടി രൂപയുടെ ബില്ലുകൾ, ഈ തുകയ്ക്കകത്ത് വരുന്ന ബില്ലുകളാണ് നിലവിൽ മാറിക്കൊടുക്കുക. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ മേഖലയിലെ ബില്ലുകൾക്ക് പ്രാധാന്യം കൊടുക്കണം, അടിയന്തരമായിട്ട് മാറേണ്ടുള്ള ബില്ലുകൾക്ക് പ്രാധാന്യം കൊടുക്കണം. അതുപോലെ തന്നെ കാലതാമസം, ഈ 2 മാസത്തിനുള്ളിൽ കാലതാമസം വന്ന ബില്ലുകൾക്ക് പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ തുടർച്ചയായി 3 മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ അടിയന്തര ഘട്ടത്തിൽ ബില്ല് മാറുക എന്നൊരു തീരുമാനത്തിലേക്ക് ധനവകുപ്പ് എത്തിയിട്ടുള്ളത്. ഇതിനു വേണ്ടി മാത്രമാണ് 1303 കോടി രൂപ നിലവിലിപ്പോൾ ധനവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന ഒരു ഓഡിയിലേക്ക് എപ്പോഴും വേണമെങ്കിലും, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിൽ ഒരു ഓഡിയിലേക്ക് മാറാം. ആ ഓഡി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് ധനവകുപ്പ് പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ. ദൃശ്യ ടിൻഡു ആണ് വിവരങ്ങൾ നൽകിയത്.